ഹലോ, ഇന്ന് നമുക്ക് വെഡ്ഡിംഗ് ഡേ മേക്കപ്പ് ചെയ്യുന്നത് കാണാം. ഇതാണ് വെഡ്ഡിംഗ് സാരി. നേരത്തെ തന്നെ അളവൊക്കെ എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ്ങിൻ്റെ തലേന്ന് തന്നെ സാരി പ്രീ പ്ലീറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഫ്ലഫി ഫ്ലീറ്റ്സിലാണ് സെറ്റ് ചെയ്തത്. സാരി ഫുൾ ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നും അറിയില്ല. ഇന്നത്തെ ബ്രൈഡ് പൊന്നിയാണ്. പൊന്നിയുടെ ഡേ ബിഫോർ മേക്കപ്പ് ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഹെയർ പ്രെപ്പിങ് കഴിഞ്ഞിട്ട് സാരി ഡ്രൈപ്പാണ് ചെയ്തത്. സാരി ഉടുത്തിട്ടുള്ള ലുക്ക് ഇതാണ്. കൊള്ളാമല്ലേ? ഹിപ്പ് ചെയിനും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫേസ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഏതൊരു സാരിയിലാണെങ്കിലും ഹിപ്പ് ചെയിൻ വരാൻ നേരത്ത് നല്ലൊരു ബ്രൈഡൽ എഫക്റ്റ് കിട്ടാറുണ്ട്. ബ്രൈഡ് ആണെങ്കിൽ നല്ല ടയേർഡായിരുന്നു. ഫേസ് പ്രെപ്പിങ് കഴിഞ്ഞ് ഐ മേക്കപ്പ് തുടങ്ങിയിരുന്നു. ഐ മേക്കപ്പിൻ്റെ ടൈമിലാണെങ്കിൽ ബ്രൈഡ് നല്ല ഉറക്കവും. അങ്ങനെ ഫേസ് മേക്കപ്പ് ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇവിടെ പൊന്നിക്കുള്ള ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നെറ്റിച്ചുട്ടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ സെറ്റിങ് നോക്കിക്കൊണ്ടിരിക്കും. ഡേ ബിഫോർ മേക്കപ്പിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതുകൊണ്ട് ഇന്ന് സൈഡ് പാർട്ടീഷൻ എടുക്കാമെന്ന് ഓർത്തു. അതായിരുന്നു പൊന്നിക്ക് കൂടുതലും ചേരുന്നത്. ബാക്കിൽ ആദ്യം ഹെയർ ഫുള്ള് കേൾ ചെയ്ത് ഇങ്ങനൊരു ലുക്കാണ് കൊടുത്തത്. പിന്നെ എക്സ്റ്റൻഷനും കൂടെ ആഡ് ചെയ്ത് ഫ്ലവറും സെറ്റ് ചെയ്തു. പൊന്നിയുടെ ആഫ്റ്റർ മേക്കപ്പ് ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? ഒരു നാടൻ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്ക് നല്ല പോലെ ചേരുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ബ്രൈഡ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല പോലെ ഉറങ്ങുക. ആ ഒരു ഉറക്ക ക്ഷീണം നിങ്ങളുടെ വെഡ്ഡിങ് ഡേയിൽ നല്ല രീതിയിൽ ഫേസിനെ അഫക്റ്റ് ചെയ്യും. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്രൈഡിനും ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ലേറ്റായപ്പോൾ ഞങ്ങൾ തന്നെ പെട്ടെന്ന് ബ്രൈഡിനെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.